ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് അറിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഓഫീസിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഒരു റെഡും വൈറ്റും ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസ് ഇടാൻ വേണ്ടിയിട്ട് അന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ആ ഡ്രസ്സ് തന്നെയാണ് ഇന്നിട്ടിട്ടുള്ളത്. ഡ്രസ്സിന് ഇതുവരെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ക്രിസ്മസിന് പ്രത്യേകിച്ച് അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഇനി അഥവാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡ്രസ്സ് ഹോളായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓൾറെഡി എല്ലാവരും ചെയ്തു കഴിഞ്ഞു തോന്നുന്നു. പക്ഷേ അപ്പം എനിക്കും അത് അങ്ങനത്തെ ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് 2 ടൈപ്പ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ വേറെ മോഡലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും എൻ്റെ ചാനലിൽ. പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് കാണിക്കുന്നത്. ഇതേപോലത്തെ ലൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്രികയും ഡബിൾ സൈഡ് സ്റ്റിക്കറും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചുമരിൻ്റെ കുറച്ച് മുകളിലത്തെ ഭാഗത്തായിട്ടാണ് ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് ചെയ്യുന്നത്. കാരണം താഴത്തെ ഭാഗത്തൊന്നും വൃത്തിയില്ല. താഴത്തൊക്കെ മക്കൾ വരച്ചിട്ടിട്ട് ഭയങ്കരമായിട്ട് വൃത്തികേടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൃത്തിയുള്ളൊരു ചുമരെന്ന് പറയുന്നത് കുറച്ച് മുകളിലേക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു അളവൊന്നും വെക്കാതെയാണ് ലൈറ്റ് അവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ അത് വൃത്തിയില്ല. അത് കണ്ടപ്പോൾ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഒരു വൃത്തി കാണാനില്ല. അപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, ജസ്റ്റ് വേറെ എന്തോ പോലെ ഒരു ഷേപ്പ് ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ അതൊരു വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ഈ ഒരു രീതിക്കാണ് കിട്ടിയിരുന്നത്. പിന്നെ ഏട്ടൻ വന്നപ്പോൾ അളവൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ രീതിക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ 2 സൈഡ് സ്റ്റിക്കർ ഇങ്ങനെ അളവെടുത്തിട്ട് ഓരോ അറ്റത്തായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് ഒട്ടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതേ താഴത്തെ സൈഡ് ചുമരിൻ്റെ അവസ്ഥ കണ്ടില്ല. അതുകൊണ്ടാണ് മുകളിലേക്ക് ആക്കിയത്. മുകളിലായതുകൊണ്ട് എനിക്ക് അളവെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഏകദേശമൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വൃത്തിയുള്ള ചുമരായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം താഴത്തൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. താഴത്തിന് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ചെയ്യാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി ചെയ്തതാണ്. എന്നാലും വലിയ വൃത്തികേടായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഒരു പഴയ ട്രൈപോഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഹെയർ ബാൻഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പെന്ന് പറയുന്നത് നമ്മൾ ടെൻറ്റ് ഹൗസാണ്, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഹൗസില്ലേ, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം അളവ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. ട്രൈപോഡും ആ ഒരു കമ്പും വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിയിൽ ഇങ്ങനെ ആ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ആ ഒരു കമ്പ് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. 3 കാലിലേക്ക് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിത് ലാസ്റ്റ് ഒരു അബദ്ധം പറ്റിയത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഹൈറ്റ് ഒക്കെ വെച്ച് സെറ്റാക്കി. ഈ ഒരു ഹൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ ക്രിസ്മസ് ട്രീ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ഹൈറ്റിൽ കിട്ടിയില്ല. കാരണം നമ്മൾ ഈ ചുറ്റുന്ന സാധനം എനിക്ക് തികഞ്ഞില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്, സെല്ലോ ടാപ്പ്, കുറച്ച് വലിപ്പമുള്ള സെല്ലോ ടാപ്പാണ്. അപ്പോൾ ഈ ഒരു സെല്ലോ ടാപ്പ് നമ്മൾ ആ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് കയറുണ്ടെങ്കിൽ കയറ് വെച്ച് കെട്ടിയാലും മതി. ഞാൻ കുറച്ച് ബലത്തിൽ അവിടെ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് സെല്ലോ ടാപ്പ് എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ 3 കാലും അതേപോലെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താഴത്തെ ഭാഗത്തും വേണമെങ്കിൽ സെല്ലോ ടാപ്പ് തന്നെ ഒട്ടിക്കുക. ഞാൻ കുറച്ച് ഒരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയി നിന്നോട്ടെ വെച്ചിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് കിട്ടിയത്. പിന്നെ നമുക്കിത് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ സ്ട്രിപ്പായിട്ട് മേടിക്കാൻ പറ്റും. 3 സ്ട്രിപ്പ് 4 സ്ട്രിപ്പൊക്കെ വേണ്ടി വരും. ഒരു 5 സ്ട്രിപ്പ് മാക്സിമം വേണ്ടി വരും. ഇപ്പം ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഇതിൽ ഫുള്ളായിട്ട് ചുറ്റി എടുക്കണമെങ്കിൽ ഒരു 4 5 വേണ്ടി വരും. എൻ്റെ കയ്യിലാകെ 3 ഉള്ളായിരുന്നു.
ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ 3 അതും ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ഇതൊക്കെ കഷ്ണാക്കിയിട്ടായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കിട്ടി. ഇത് കുറച്ച് നല്ല നീളത്തിലുണ്ടാവും, ഞാനിത് മുറിച്ചതുകൊണ്ടാണ്. അപ്പം മുറിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മെനക്കെടേണ്ടി വന്നു. അപ്പം ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് താഴത്തെ ഭാഗത്തേക്ക് ഇത് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫുള്ള് അയച്ചിട്ട് വീണ്ടും ഞാൻ ആ ഒരു ട്രൈപോഡ് കുറച്ചും കൂടെ താഴ്ത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളം കുറച്ചിട്ട് എന്നിട്ട് ഞാൻ ചുറ്റി അതൊക്കെ ഫുള്ള് നമ്മുടെ 2 സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ട് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എൻ്റേത് ആ ഒരു സ്ട്രിപ്പൊക്കെ ഫുള്ള് കഷ്ണമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ ഇതിന് മുമ്പ് ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയപ്പോൾ കട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടിയത്. ഇത് കുറച്ച് നീളമുള്ള സ്ട്രിപ്പായിരുന്നെങ്കിൽ പെട്ടെന്ന് പണി കഴിയായിരുന്നു. അപ്പം ഞാൻ കുറച്ചധികം സമയം എടുത്തു കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫുള്ള് കഷ്ണം ആയതുകൊണ്ട് അങ്ങനെ ഈ 2 സ്നോമാനും ഞാൻ തന്നെ ഇതിന് മുമ്പത്തെ ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ക്രിസ്മസ് പാപ്പ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഈ ഡെക്കറേഷൻ സാധനമൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്, സ്റ്റാറും ഇതൊക്കെ. അങ്ങനെ ഇതേ ഏകദേശം നമ്മൾ സെറ്റാക്കി. അപ്പം ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഇതേ ഓൾമോസ്റ്റ് ഈ ഒരു ഇതിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.